ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി മലിനീകരണം നടത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളെക്കാളും മലയാളികൾ പ്രകൃതി നശീകരണം നടത്തുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രകൃതിക്ക് ഗുണകരമല്ലാത്ത ജീവിതശൈലി അനുവർത്തിക്കുമ്പോൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും ആഗോളതാപനത്തിന് കാരണമാവുകയും ചെയ്യും എന്ന് എല്ലാവർക്കും അറിയാം. ഒരു വ്യക്തിയോ സ്ഥാപനമോ പട്ടണമോ ഉണ്ടാക്കുന്ന കാർബൺ മലിനീകരണത്തിന് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നു. നമ്മൾ ജീവിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളും കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് നിശ്ചയിക്കുന്നു. ഉയർന്ന കാർബൺ ഫുട് പ്രിന്റുള്ള വ്യക്തികൾ സാമൂഹ്യദ്രോഹികളായി മാറുന്നു. കാരണം അവർ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ പ്രവേശിക്കുവാൻ കാരണമാവുകയും ആഗോളതാപനത്തിന് മുതൽക്കൂട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. മലയാളികൾ കൂടുതലായി ഇറച്ചിയും എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങളും കഴിക്കുന്നതുകൊണ്ട് കൂടുതൽ പ്രകൃതിനാശം ഉണ്ടാക്കുന്നതായി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ കൂടുതലായി പച്ചക്കറി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതം കുറവാണ്. ഒരേക്കർ സ്ഥലത്ത് 1000 ആൾക്കുള്ള പച്ചക്കറി ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ 100 ആൾക്കുള്ള ഇറച്ചി മാത്രമേ ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. കന്നുകാലികളെ വളർത്തുന്നതും കോഴി ഫാമുകൾ നടത്തുന്നതും കൂടുതൽ വെള്ളവും പ്രകൃതി വിഭവങ്ങളും ഭൂമിയും ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്നാൽ പരിപ്പും പയറും പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുവാൻ അതിനേക്കാൾ കുറച്ച് ഭൂമി മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ബിരിയാണി കഴിക്കുന്നവർ സാമൂഹ്യദ്രോഹികളും പച്ചക്കറി സദ്യ കഴിക്കുന്നവർ പ്രകൃതി സംരക്ഷകരുമാണെന്ന് വ്യക്തമായി തെളിയുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാളികൾ പ്രകൃതിയുടെ ശത്രുക്കളാണെന്ന് പറയുവാൻ കാരണം. അതുപോലെ യാത്ര ചെയ്യുന്ന രീതി. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ആളുകൾ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നു. അതേസമയം കേരളത്തിൽ കാറുകളിലും മോട്ടോർ സൈക്കിളുകളിലും ഒറ്റക്കൊറ്റയ്ക്ക് യാത്ര ചെയ്യുവാനാണ് മലയാളികൾക്ക് താല്പര്യം. ഇത്തരത്തിലുള്ള ജീവിതശൈലി പ്രകൃതിക്ക് വമ്പിച്ച ദുരന്തമുണ്ടാക്കുന്നു. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ആളുകളെ തീവണ്ടിയിലും ബസ്സിലും കയറ്റുകയും ചെയ്യുക ഗവൺമെന്റ് പോളിസിയാക്കി മാറ്റിയില്ലെങ്കിൽ ഇതിന് ഒരു പരിഹാരമുണ്ടാവുകയില്ല. അതുപോലെ മലയാളികൾ എപ്പോഴും മീറ്റിങ്ങുകളും ജാഥകളും സംഘടിപ്പിച്ച് ട്രാഫിക് കുരുക്കുണ്ടാക്കുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പെട്രോൾ ഉപയോഗിക്കപ്പെടുകയും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. നിരന്തരമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രകൃതിക്ക് വമ്പിച്ച ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അധികമാണ് നാം ഇപ്പോൾ ഉണ്ടാക്കുന്ന കാർബൺ ഡയോക്സൈഡ് നിക്ഷേപം. അതുപോലെ ചെറിയ ദൂരത്തിലേക്ക് പോലും കാറിലും മോട്ടോർ സൈക്കിളിലും യാത്ര ചെയ്യുന്നതിന് പകരം നടക്കുകയോ സൈക്കിളിൽ പോവുകയോ ചെയ്യുമ്പോൾ പ്രകൃതിക്ക് വലിയ സഹായം ചെയ്യുവാൻ പറ്റും. ഇത്തരത്തിലുള്ള സംസ്കാരം യൂറോപ്പിലുണ്ടെങ്കിലും മലയാളികൾക്ക് ഇപ്പോഴും അതുമായി പൊരുത്തപ്പെടുവാൻ പറ്റുന്നില്ല. സൈക്കിളിൽ പോകുന്നത് മാന്യമായ ഒരു കാര്യമാണെന്ന് മലയാളി ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അയൽവാസികളുടെ മുമ്പിൽ മേനി നടിക്കാൻ വേണ്ടിയാണ് മലയാളികൾ കാറിൽ യാത്ര ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലെ പട്ടണങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും വായിൽ നോക്കികൾ ഇല്ലാത്തതുകൊണ്ട് കാറിൽ പോയാലും ബസ്സിൽ പോയാലും ഒരേ ഫലം തന്നെയാണ്. നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അനാവശ്യമായി കാറുകൾ ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുന്നതാണ് നല്ലത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ 13% ആളുകൾ സ്വന്തമായി കാറുകൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് കാരണം അവർക്ക് പൊതുഗതാഗതത്തിലുള്ള വിശ്വാസവും പ്രകൃതിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത് കുറയ്ക്കണമെന്നുള്ള നിർബന്ധവുമാണ്. അതുകൊണ്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും കാർബൺ ഫുട് പ്രിന്റ് അഥവാ വ്യക്തികളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്ന പ്രകൃതി മലിനീകരണം വളരെ കുറവായിരിക്കാൻ കാരണം. കാറിൽ യാത്ര ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അയൽവാസികളുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുകയും റൈഡ് ഷെയറിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ കുറെ കൂടി അതിൻ്റെ ഉപദ്രവം കുറയ്ക്കുവാൻ പറ്റും. ഏറ്റവും കൂടുതൽ പ്രകൃതിയിലേക്ക് കാർബൺ ഡയോക്സൈഡ് തള്ളിവിടുന്ന വ്യവസായം വിമാന ഗതാഗത മേഖലയാണ്. വിമാന ഗതാഗതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ധാരാളമായി പ്രകൃതി മലിനീകരണം നടത്തുന്നു. അതുകൊണ്ട് വിമാനയാത്ര കുറയ്ക്കുക എന്നുള്ളത് പ്രകൃതിയോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ്. ദുബായിൽ പോയാൽ 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്ത് ഞാനൊരു ഫ്രീക്വന്റ് ഫ്ലയർ ആണെന്ന് അഭിമാനത്തോടെ പറയുന്ന മലയാളികളെ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രകൃതിക്ക് ദ്രോഹം ചെയ്യുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും വിമാനത്തിൽ കയറുന്ന ആളുകളാണ്. ആഗോളതാപനത്തിൻ്റെ 5% വിമാനങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും ഉണ്ടാക്കുന്നതാണെന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ മലയാളികൾ വിനോദയാത്ര പോകുമ്പോൾ പ്രകൃതിക്ക് പരമാവധി ഡാമേജ് ഉണ്ടാക്കുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലും സ്വന്തം കാറിൽ തന്നെ പോകണമെന്ന് മലയാളികൾ വാശി പിടിക്കുന്നു. എന്നാൽ അതിൻ്റെ 4/1 ചെലവിൽ
ബസ്സിലോ തീവണ്ടിയിലോ യാത്ര ചെയ്താൽ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നും കൂടുതൽ ആളുകളുമായി ഇടകലർന്ന് രസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും മലയാളികൾക്ക് അറിയുകയില്ല. അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് പ്രകൃതിക്ക് വമ്പിച്ച ആഘാതമുണ്ടാക്കുന്നുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും വസ്ത്രങ്ങളും ഉണ്ടാക്കുന്ന ഫാക്ടറികൾ വമ്പിച്ച തോതിൽ പരിസര മലിനീകരണം ഉണ്ടാക്കുന്നതുകൊണ്ട് അവയുടെ കാർബൺ ഡയോക്സൈഡ് മലിനീകരണ ആഘാതം വളരെ കൂടുതലാണ്. അനാവശ്യമായി വസ്ത്രങ്ങൾ വാങ്ങിക്കുകയും അധികം പഴകുന്നതിന് മുമ്പ് വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ഡാമേജ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഒരു ഷർട്ട് വാങ്ങിച്ചാൽ 5-10 വർഷം ഉപയോഗിച്ച് മാത്രം അത് ഉപേക്ഷിക്കുന്ന ഒരു ശീലമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പുരുഷന്മാർക്ക് 5 ജോഡി വസ്ത്രങ്ങൾ ധാരാളമാണ്. സ്ത്രീകൾക്കും 10-15 ജോഡി വസ്ത്രങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. കൂടുതൽ ഷോപ്പിംഗ് നടത്തുന്ന മലയാളികളുടെ സ്വഭാവം പ്രകൃതിക്ക് വമ്പിച്ച ഡാമേജ് ഉണ്ടാക്കുന്നുവെന്ന് പറയാതെ വയ്യ.